അമാനു അമാനു ഞങ്ങള് മിസ് ചെയ്യോ? അപ്പൊ കുഞ്ഞിന് ആഴ്ചയില് വാപ്പ 2 അടി കൊടുക്കും, വൈക്കും പറയും കേട്ടാ. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേണ്ട എയർപോർട്ടിലോട്ട് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഞാൻ വേണ്ട ഇപ്പോഴാണ് കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. ഇന്നലെ ഒന്നും ഉറങ്ങിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ചെറുതായിട്ട് 1 മണിക്കൂർ കിടക്കണം പറഞ്ഞു, പക്ഷെ അബ്ദുള്ള ഉറക്കിയില്ല. അബ്ദുള്ള എടുത്തിട്ട് നോക്കുന്നു. പിന്നെ അബ്ദുള്ള കുളിച്ച് വാപ്പ റെഡി ആക്കുന്നുണ്ട്. അപ്പം ഞാൻ റെഡി ആവട്ടെ. റെഡി ആയിട്ട് വേഗം വരാവേ. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോവുകയാണ്. ഷെഫി ഓൾറെഡി വണ്ടിയിലോട്ട് പോയി. അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം എന്നെ യാത്ര പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എയർപോർട്ടിലോട്ട് പോകണേ. ഇതാണ് ഞങ്ങളുടെ രേഖ ചേച്ചി കേട്ടോ. അപ്പോൾ ചേച്ചി എന്നെ യാത്രയാക്കാൻ വേണ്ടി പുറത്ത് കയറ്റി. ഞാനിപ്പോഴാണ് പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ. നീ പോയിട്ട് നാട്ടിൽ നിന്നുള്ള ചക്കയും മാങ്ങയെല്ലാം കൊണ്ടു തരുന്ന ആളാണ് എനിക്ക് കേട്ടോ. അപ്പോൾ പോയിട്ട് വരട്ടെ. ഓക്കെ. പിന്നെ ഞങ്ങൾ എയർപോർട്ട് എത്താറായി. അബ്ദുള്ള അറിവായതിനു ശേഷം ആദ്യമായിട്ട് പോവല്ലേ അബ്ദുള്ള? കഴിഞ്ഞ ഇവിടെ നാട്ടിൽ പോലും അബ്ദുള്ളക്ക് ഓർമ്മയുണ്ടായിരുന്നാ? എല്ലാവർക്കും ഉമ്മോടുപ്പാ. അമാനു ആരെയാണോ കാണിക്കട്ടെ. അമാനു ഞങ്ങൾ നാട്ടിൽ പോവാ. നീക്ക് സങ്കടാണോടാ? തലയാട്ടുന്ന്. അവൻ പോയപ്പോ ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പൊ ഞങ്ങൾ പോയപ്പോ അവൻ ഒറ്റയ്ക്ക്. ഇപ്പൊ ഇങ്ങനെ എയർപോർട്ട് ആകുമ്പോഴത്തേനൊരു സീനാണ്. അപ്പോൾ എത്താറായി. പിന്നെ ലഗേജ് നമ്മൾ നേരത്തെ ഇട്ടത് കൊണ്ട് കുഴപ്പമില്ല. 9 മണിക്കല്ലേ ഫ്ലൈറ്റ് അല്ലേ ഷെഫിയെ? 9:30 ഫ്ലൈറ്റ് കേട്ടോ. അപ്പോൾ 9:30 ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരു 7:10 2 മണിക്കൂർ മുന്നേ നേരത്തെ കയറിയാൽ മതി കേട്ടോ. അല്ല അതെത്തിയിട്ട് കാണാം കേട്ടോ. അബ്ദുള്ള അവള് പോവാ. ഞങ്ങൾ ഇതേണ്ട എയർപോർട്ടിലെത്തി. അമാനു ഞങ്ങള് അപ്പാക്കും കൊടുക്ക് അവന് കൊടുക്ക്. അപ്പോൾ ഞങ്ങൾ പോട്ട് കേട്ടോ. അമ്മാനെ ഇവിടെ ആക്കിയിട്ട് പോവാണ് കേട്ടോ. പിന്നെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാവരും ഉണ്ട്. എല്ലാവരും നോക്കിക്കോളും. പിന്നെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട് കേട്ടാ. ഇവിടെ പോലെ നേരത്തെ വരണേ. ഹലോ. ബോർഡിംഗ് പാസ് നമുക്ക് നേരത്തെ കിട്ടിയത് കൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയില്ല വീട്ടിൽ നിന്ന് കേട്ടോ. 2 മണിക്കൂർ മുന്നേ ഇറങ്ങിയാൽ മതിയായിരുന്നു. അങ്ങനെ അമ്മാനോട് യാത്രയൊക്കെ പറഞ്ഞ് അകത്തോട്ട് കയറി കേട്ടോ. മോനോട് യാത്ര അതുവരെയും കളിച്ചിട്ട് തമാശയായിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് മൊമെൻ്റ് ആയപ്പോഴത്തേന് എനിക്ക് സങ്കടമായി, അവനും സങ്കടമായി. കഴിഞ്ഞ അവൻ നാട്ടിൽ പോയപ്പോഴും ഞങ്ങൾക്ക് ഇതേ ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. അങ്ങനെ മോൻ തിരിച്ച് പോയിട്ടോ. ഞാൻ പറയുക എവിടെ പോലെ നേരത്തെ വരണമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം ഇവിടെ ആണെങ്കിലും എനിക്ക് ടെൻഷനാണ് അവനെ ഓർത്ത്. പിന്നെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒരു ചെറിയൊരു റൂമിലൊറ്റയ്ക്കല്ലേ കിടക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു പേടിയും ഇല്ലാതില്ല കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളകത്ത് കയറി. എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞിട്ട് എമിഗ്രേഷൻ ക്ലിയറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ അബ്ദുള്ളയ്ക്കാണെങ്കിൽ നല്ല വിശപ്പ്. പകലൊന്നും അബ്ദുള്ള ഒന്നും ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അബ്ദുള്ളയ്ക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളത് നമ്മുടെ ഗേറ്റ് നമ്പറിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ഫുഡ് അവന് കിഡ്സ് മീലും ഞാനൊരു ഷവർമയും കഴിച്ചു കേട്ടോ. പിന്നെ ഓറഞ്ചിൻ്റെ ജ്യൂസ് നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് അടിച്ചുകൊണ്ട് വന്നിരുന്നു. അങ്ങനെ അതും കുടിച്ചു. അതിനുശേഷം നമ്മുടെ ഒരു ഫ്ലൈറ്റിൻ്റെ ടൈമായി കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ അകത്തോട്ട് കയറി ഫ്ലൈറ്റിനകത്ത് കയറി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളുടെ ഫുഡും വന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി ആയിരുന്നു. വെജിറ്റബിളും ഉണ്ടായിരുന്നു, ചിക്കനും ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഓരോന്നായിട്ട് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ അബ്ദുള്ളയും കഴിച്ചു. അതിനുശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് മയങ്ങി കേട്ടോ. ഒന്ന് മയങ്ങി കണ്ണു തുറന്നപ്പോഴത്തേന് ട്രിവാൻഡ്രത്തെ ആ ഒരു ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയി. അപ്പോഴത്തേന് അത് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മുടെ നാടെത്തി എന്നുള്ളൊരിതാണ്. തിരിച്ചു പോകുമ്പോൾ അതേ സങ്കടമാണ്. ആ ലൈറ്റിൻ്റെ ഒരു കാണുമ്പോഴേ ഫ്ലൈറ്റ് പോകുമ്പം. അതിനുശേഷം പിന്നെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ലഗേജ് എടുക്കുന്നതാണ് കേട്ടോ. എല്ലാ സൂട്ട് കേസിലും ഞാനാണെങ്കിൽ റെഡ് റിബൺ കെട്ടിയിരുന്നു കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ. അങ്ങനെ അതെല്ലാം എടുത്ത് പുറത്ത് വന്നപ്പോഴത്തേനും വാപ്പായും ഉമ്മയും എല്ലാം വെയിറ്റ് ചെയ്യുമായിരുന്നു. അവരെല്ലാം അബ്ദുള്ളയെ കണ്ട ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അബ്ദുള്ളയെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ നമ്മുടെ ലഗേജ് എല്ലാം വണ്ടിയിലോട്ട് വെച്ചിട്ട് നമ്മളിന്ന് നേരെ ഷെഫിയുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ.
കാരണം കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിരുന്നു ഷെഫിയുടെ വീട്ടിൽ പോയില്ലേ, അവിടോട്ട് പോകത്തില്ലെന്ന്. അപ്പം ഞാൻ മെയിനായിട്ട് ആ ഒരു വീഡിയോൻ്റെ ഒരു പോർഷൻ ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ അവിടെ പിന്നെ വീട്ടിൽ എല്ലാവരെയും ഒന്നും കാണിച്ചിട്ടില്ല, കാരണം എല്ലാവർക്കും ഇഷ്ടമല്ലല്ലോ വീഡിയോയുടെ മുന്നിൽ വരാൻ. ജസ്റ്റ് ഉമ്മാനെ മാത്രമേ അതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. കാരണം ഞാനതിനൊരു പ്രൂഫായിട്ട് ഇതിൽ ആഡ് ആക്കിയതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പം നെഗറ്റീവ് കാണുന്നവർ നെഗറ്റീവ് മാത്രം പറയാനായിട്ടുള്ളവരുണ്ട്, അങ്ങോട്ട് പോയില്ലേ അവിടെ കണ്ടില്ലേ എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോർഷൻ എടുത്തത്. ഇതാണ് ഷെഫിയുടെ ഉമ്മയും ഉപ്പയും താമസിക്കുന്നത്, ഇത് അനിയൻ്റെ കൂടാണ്. അങ്ങനെ അവിടെ വന്ന് ഉമ്മാനെയൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങളിന്ന് തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകാട്ടോ.